എല്ലാവർക്കും ഓണാശംസകൾ. എ വെരി ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ നിൽക്കാനും രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാനും. ഈ വർഷം നമ്മളെല്ലാവരും ഒരുപക്ഷെ പങ്കെടുക്കുന്ന ആദ്യത്തെ ഓണാഘോഷമായിരിക്കും. അതിനൊരു വലിയ കയ്യടി നമുക്ക് പുനർജനിക്ക് നൽകാം. ഇവിടെ നമ്മുടെ പ്രോഗ്രാം ആങ്കർ സദസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിച്ചു. അതിലൊരു ചോദ്യമായിരുന്നു, നാട്ടിലെ ഓണമാണോ അതോ ഗൾഫിലെ ഓണമാണോ കൂടുതൽ നല്ലതെന്ന്. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു അത് നാട്ടിലെ ഓണമാണ്. പല അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഗൾഫിലെ ഓണത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓണത്തിന് മുൻപേ ഓണാഘോഷം തുടങ്ങുകയും ഓണം കഴിഞ്ഞും അത് തുടർന്ന് ഏകദേശം ഒരു കേരള പിറവി വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം അത് ഗൾഫിൽ മാത്രമേ ഉള്ളൂ. അത് പ്രവാസി സമൂഹത്തിന് ഇടയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ എന്താ ഓണം? ഓണം അത് തന്നെ, അത്രയേ ഉള്ളൂ. ഒരു ഒന്നാം ഓണം, തിരുവോണം, പരമാവധി 3-4 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഓണമാണ് കേരളത്തിലെങ്കിൽ, മലയാളികൾ ഉള്ള പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഓണമാവട്ടെ 3-4 മാസം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷമാണ്. അതിൽ പ്രവാസികൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. പുനർജനി എന്ന ഈ കൂട്ടായ്മ എന്താണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ചാരിറ്റിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്നാണ് എനിക്ക് പുനർജനിയെപ്പറ്റി എനിക്ക് കിട്ടിയ ധാരണ. ഇവിടെ എത്തിയപ്പോൾ പുനർജനി എന്താണെന്ന് കൂടുതലായി കേൾക്കാനും എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചു. അതിൽ സന്തോഷമുണ്ട്. പുനർജനി എന്ന് പറയുമ്പോൾ പുനർജന്മം അല്ലെങ്കിൽ പുതിയ ജന്മം, പുതിയ ജീവിതം, നമുക്ക് പുതുജീവൻ എന്നൊക്കെ വിളിക്കാം അല്ലേ? അപ്പോൾ റീബർത്ത്, റീ അവേക്കനിങ് അല്ലെങ്കിൽ റീവൈറ്റലൈസേഷൻ. ഇംഗ്ലീഷിൽ റീ എന്ന് പറയുന്ന വാക്കുകൾ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റിഫൈൻ, റീഡിഫൈൻ, റീ അവേക്ക്, റീവൈറ്റലൈസ്, റീബർത്ത്, റീ അവേക്കൻ, ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ റിനോവേഷൻ, റീഫോർമേഷൻ, ഒരുപാട് വാക്കുകൾ ഈ RE എന്നത് കൊണ്ട് തുടങ്ങുന്നുണ്ട്. എല്ലാറ്റിനും ഒരു പുതു എന്ന അർത്ഥമുണ്ട്. പുതു എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം, അതായത് മാറ്റം. അപ്പോൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇവിടെ മാഡം സൂചിപ്പിച്ചു, ക്യാൻസറിനെ കുറിച്ച് നമുക്കൊരു വലിയ അറിവ്, ഒരു പുതിയ അറിവാണ് കിട്ടിയത്. എന്തെന്നാൽ ക്യാൻസർ ട്രീറ്റബിൾ ആണ്. നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മറ്റ് ജീവിതശൈലി രോഗങ്ങളെ അപേക്ഷിച്ച്, മറ്റ് ജീവിതശൈലി രോഗങ്ങളാവട്ടെ, they cannot be treated but controlled. At the same time, if cancer, if detected at the earliest, can be completely treated and perfectly cured എന്ന അറിവ് നമുക്ക് ഡോക്ടർ തന്നു. അതിന് ഡോക്ടർ തന്നെ ചില സൊല്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മൾ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, നമ്മുടെ പുതുജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൽ എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു പോയിൻ്റാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക, സൂര്യപ്രകാശം ഏൽക്കുക, ചെടികൾക്കിടയിലൂടെ നടക്കുക. അതായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അകലം കൂടുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് സൂചിപ്പിച്ച ഡോക്ടർക്ക് നമുക്കൊരു വലിയ കയ്യടി കൊടുക്കണ്ടേ? ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ കഴിയുന്ന പരിപാടികൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് നടപ്പാക്കേണ്ടതുണ്ട്. അതിന് പുനർജനി മുന്നിട്ടിറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പുനർജനി, പുനർജന്മം എന്ന വാക്കുകൾ ഏകദേശം കണക്റ്റഡ് ആണല്ലോ. ഞാൻ ഓർക്കുന്നു, ഈ അടുത്ത് ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു ഒരു കുസൃതി ചോദ്യം. ഒരു പുനർജന്മമുണ്ടെങ്കിൽ, അടുത്ത ഒരു ജന്മമുണ്ടെങ്കിൽ എന്തായി തീരാനാണ് നിങ്ങളുടെ ആഗ്രഹം? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് മേഘമാവാനാണ് ആഗ്രഹം. അനന്തവിശാലമായ വിഹായസിലൂടെ പാറിപ്പറക്കുന്ന ഒരു മേഘമായി, അല്ലെങ്കിൽ മേഘങ്ങളായി, ഒരു മേഘക്കൂട്ടമായി മാറാനാണ് എനിക്ക് ആഗ്രഹം. ഭാരങ്ങളില്ലാതെ ആകാശസീമയിലൂടെ ഒഴുകി നടക്കുന്ന മേഘമാവാനാണ് ആഗ്രഹം. ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ChatGPT ആവാനാണ് ആഗ്രഹം അടുത്ത ജന്മം, കാരണം എല്ലാറ്റിനും ഉത്തരം എൻ്റെ അടുത്തുണ്ട്. ഒരു കുട്ടി പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അച്ഛനാവാതിരുന്നാൽ മതി. വളരെ പ്രസക്തമായ ഉത്തരമാണ്. എന്തായാലും കുഴപ്പമില്ല, പക്ഷേ എനിക്കെൻ്റെ
അച്ഛനായി ജനിക്കാതിരുന്നാൽ മതി. ആ കുട്ടിയുടെ വീട്ടിൽ ഒരു മദ്യപാനിയായ, കുഴപ്പങ്ങളും പ്രശ്നങ്ങളും മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ആ വീട്ടിലെ എല്ലാവിധ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ആ കുട്ടി ഒരുപാട് നാളുകളായി കാണുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അടുത്ത ജന്മത്തിൽ എനിക്ക് എന്തായാലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അച്ഛൻ ആവാതിരുന്നാൽ മതി. നമ്മൾ പാരൻറ്റിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പറ്റിയൊക്കെ, കുട്ടികളെ നന്നാക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വാതോരാതെ ആവുന്നൊരു സമൂഹമാണ് നമ്മൾ. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ കുട്ടികളെ നന്നാക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ നന്നാവുന്നതിനെക്കുറിച്ച് നമ്മൾ രക്ഷിതാക്കൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ ഒരു നല്ല രക്ഷിതാവ് എവിടെയൊക്കെയോ പുനർജനിക്കേണ്ടതുണ്ട്. ഒരു നല്ല രക്ഷിതാവിന് മാത്രമേ ഒരു നല്ല കുട്ടിയെ വളർത്തിയെടുക്കാൻ കഴിയൂ എന്നത് വളരെ പ്രസക്തമായ ആശയമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, ആ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ, അതിനുള്ള യോഗ്യത, അതിനുള്ള എന്ത് ക്വാളിറ്റിയാണ് നമുക്കുള്ളത് എന്ന് കൂടി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കുട്ടികളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ഇന്ന് കേരളം നമുക്കറിയാം, കേരളം എന്നല്ല മറ്റു പല സ്ഥലങ്ങളിലും നമ്മുടെ നാടൊട്ടാകെ പല ലഹരി പദാർത്ഥങ്ങളുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഒരു മാറ്റം വരണമെങ്കിൽ രക്ഷിതാക്കൾ ഇറങ്ങി ചെല്ലേണ്ടുന്ന, ശക്തമായി തീവ്രമായി ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതിശക്തമായി തീവ്രമായി നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടണമെങ്കിൽ അതിനുള്ള യോഗ്യത കൂടി നമുക്ക് വേണം എന്ന് നമ്മൾ ആലോചിക്കണം. സോ ഒരു ഹെൽത്തി പാരൻറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഹെൽത്തി പേരൻ്റായി മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഈ വിഷയ സംബന്ധമായി ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഒരു പുതുജീവിതം സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പുനർജനി എന്ന് ഉൾക്കൊള്ളുന്ന ഇടത്താണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ മാഡം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഈ അടുത്തിടെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അസുഖബാധിതനായി കഴിയുന്ന സമയത്ത്, ആരോഗ്യം തീരെ ഇല്ലാതെ അസുഖബാധിതനായി രോഗശയ്യയിൽ അനാരോഗ്യവാനായി കഴിയുന്ന സമയത്ത് അദ്ദേഹം നടത്തുന്ന ഒരു ഫോൺ കോളിൻ്റെ ക്ലിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ പ്രയാസമുണ്ട്. അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു വാക്ക് നമ്മുടെ കാതുകളിലുണ്ട്, അത് നിമിഷപ്രിയ എന്നാണ്. ആ നിമിഷപ്രിയയുടെ വിമോചനത്തിനായി ശ്രമിക്കുന്ന അദ്ദേഹവും അവിടെ നടത്തിയത് പുനർജനി എന്ന പ്രക്രിയ തന്നെയാണ്. ഒരു പുതുജീവിതം ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ശ്രമിച്ചത്. ഇതെല്ലാം ഞാനിങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. അത് കണ്ടപ്പോൾ പെട്ടെന്ന് സാന്ദർഭികമായി ഓർത്തു പോയതാണ്. അപ്പോൾ പുതിയ ചലനങ്ങൾ, പുതിയ മാറ്റങ്ങൾ, പുതുജീവിതങ്ങൾ, പുതിയ പ്രതീക്ഷകൾ, പുതിയ പ്രത്യാശകൾ നമുക്ക് സൃഷ്ടിക്കാനാവണം. അതായത് നമ്മൾ മലയാളികളെ എന്താണ് മലയാളി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, അല്ലെങ്കിൽ മലയാളികൾ എപ്പോഴൊക്കെയാണ് ഒരുമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഓണസമയത്തും പ്രളയ സമയത്തുമാണെന്ന്. ഓണത്തിനും പ്രളയത്തിനും ഒന്നിക്കുന്നവൻ്റെ പേരാണ് മലയാളി. അതിൽ വലിയൊരു അർത്ഥമുണ്ട്, മഹത്തായൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സന്തോഷങ്ങളിൽ, ആഹ്ലാദങ്ങളിൽ മാത്രമല്ല, ദുരിതങ്ങളിൽ, നോവുകളിൽ, വേവുകളിൽ, ആവലാതികളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒരുമിച്ച് നിൽക്കുന്നവൻ്റെ പേരാണ്. നമ്മളങ്ങനെ നിൽക്കണ്ടേ? അപ്പോൾ എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് മറ്റൊരു പ്രോഗ്രാമിൽ ഉടനെ എത്തിച്ചേരേണ്ടതുണ്ട്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളോട് കൂടി നമുക്ക് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. കാൽപ്പനിക കവിയായിരുന്ന ഷെല്ലിയുടെ 2 വരികൾ, അല്ലെങ്കിൽ ഒരു വരി, ഓട്ട് ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഒരു വരിയുണ്ട്. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. അതായത് ഈ തണുപ്പ് കാലം വന്നു എന്ന് കരുതി, ശൈത്യകാലം വന്നു എന്ന് കരുതി, ശൈത്യകാലത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് കരുതി എല്ലാ കാലവും ആ ശൈത്യകാലമായി തുടരുകയില്ല. ഋതുഭേദങ്ങളുണ്ടാവും, അവിടെ മാറ്റങ്ങളുണ്ടാകും. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. വസന്തകാലത്തിന് വിദൂരതയിലേക്ക് ഓടി ഒളിക്കാൻ കഴിയുമോ? ഇല്ല.
ഇല്ല, മാറ്റങ്ങൾ വരും, മാറ്റങ്ങൾ വരുത്തണം, അല്ലേ? ഋതുഭേദങ്ങളെന്ന് പറഞ്ഞാൽ സീസണൽ ചേഞ്ചസ് ആണ്. ഒരു രാത്രി ആയാൽ അത് എപ്പോഴും രാത്രിയല്ല, രാത്രി കഴിഞ്ഞാൽ പകൽ വരും. അസ്തമിക്കുന്ന സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. ഒരു വേലിയിറക്കമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേലിയേറ്റമുണ്ടെങ്കിൽ അവിടെ വേലിയിറക്കം ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു ചെടി കൊഴിഞ്ഞാൽ, ഒരു പൂ കൊഴിഞ്ഞാൽ അടുത്തത് പുഷ്പിക്കും. അതിൻ്റെ പേരാണ് പ്രതീക്ഷ, അതിൻ്റെ പേരാണ് പുനർജനി. ഈ അവസരത്തിൽ ഷിഫ അൽ ജസീറയ്ക്ക് ഇങ്ങനെ ഒരു ഇടം ഞങ്ങൾക്ക് നൽകിയതിൽ ഞങ്ങൾ പുനർജനിയുടെ എല്ലാ ഭാരവാഹികളോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. And appreciation from Punarjani Kuwait Pravasi Association.